വചനമൊഴി ഫെബ്രുവരി 4. വചനഭാഗം 1 യോഹന്നാൻ 3:18-24, മർക്കോസിന്റെ സുവിശേഷം 3:7-12. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ തന്റെ ശിഷ്യന്മാരോട് കൂടെ കടൽ തീരത്തേക്ക് പോയി. ഗലീലയിൽ നിന്ന് ഒരു വലിയ സംഘം അവനെ അനുഗമിച്ചു. യൂദയ, ജെറുസലേം, ഇദുമയ എന്നിവിടങ്ങളിൽ നിന്നും, ജോർദാന്റെ മറുകരയിൽ നിന്നും, ടൈർ, സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും വലിയ സംഘം അവൻ ചെയ്തതത്രയും കേട്ട് അവന്റെ അടുത്തെത്തി. ജനക്കൂട്ടം തന്നെ ഞെരുക്കാതിരിക്കാൻ ഒരു വള്ളം ഒരുക്കി നിർത്താൻ ശിഷ്യന്മാരോട് അവൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ അനേകരെ സുഖപ്പെടുത്തിയത് മൂലം അവനെ സ്പർശിക്കാൻ രോഗമുണ്ടായിരുന്നവരെല്ലാം തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോഴൊക്കെ അവന്റെ മുൻപിൽ വീണ് നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയെ കർശനമായി ശാസിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ഈശോ ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് കൂട്ടി ശിഷ്യന്മാരുടെ കൂടെ ജനത്തെ പഠിപ്പിച്ചും പ്രവർത്തിച്ചും കടന്നു പോകുന്ന സാഹചര്യം. ശിഷ്യന്മാരുടെ കൂടെ ദൈവിക രഹസ്യങ്ങൾ പഠിപ്പിച്ചും പ്രവർത്തിച്ചും കടന്നു പോവുകയാണ്. ഈശോയുടെ പക്കലേക്ക് എല്ലാ സ്ഥലത്തു നിന്നും, ഗലീലയിൽ നിന്നും, യൂദയായിൽ നിന്നും, ജെറുസലേമിൽ നിന്നും, ഇദൂമയായിൽ നിന്നും, ടൈർ, സീദോൻ പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ജനം ഓടിക്കൂടുന്നുണ്ട്. അവരെല്ലാം ഈശോ പ്രവർത്തിച്ചതിനെ കുറിച്ച് കേട്ട് അവന്റെ അടുത്തെത്തിയെന്നാണ്. ഈശോയുടെ പക്കലേക്ക് ജനം ഓടിക്കൂടുവാനായിട്ടിടയായത് അവന്റെ പ്രവർത്തികളാണ്. പ്രവർത്തികളാകണം ഏറ്റവും വലിയ സുവിശേഷം എന്ന സന്ദേശമാണ് ഇന്ന് തിരുവചനം നൽകുന്നത്. നമ്മുടെയും പ്രവർത്തികൾ മറ്റുള്ളവർക്ക് സുവിശേഷമാകുവാനും, നമ്മുടെ പ്രവർത്തികൾ മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കുവാനും, അത് വ്യക്തിപരമായിട്ടാണെങ്കിലും, നമ്മുടെ കുടുംബത്തിൻ്റെതാണെങ്കിലും, കൂട്ടായ്മകളുടേതാണെങ്കിലും, ഇടവകയുടേതാണെങ്കിലും, സഭയുടേതാണെങ്കിലും, പ്രവർത്തികളായിരിക്കണം ജനത്തെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നത്. പ്രവർത്തികൾ സാക്ഷ്യം നൽകുന്നതല്ല എങ്കിൽ ജനം നമ്മിൽ നിന്നും അകലും. പ്രവർത്തികളിലൂടെ സാക്ഷ്യം നൽകുവാനായിട്ട്, പ്രവർത്തികൾ ദൈവഹിതത്തിന് ഉള്ളതാകുവാനും, പ്രവർത്തികളിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാനും നമുക്ക് സാധിക്കണം. രോഗികളായിരുന്നവർ കർത്താവിനെ സ്പർശിക്കുവാൻ വേണ്ടി ഓടിക്കൂടി എന്ന് പറയുന്നു. കർത്താവ് സ്പർശിച്ചാൽ എല്ലാ രോഗങ്ങൾക്കും ശമനം ലഭിക്കുന്നു. കർത്താവിന്റെ പദ്ധതി രോഗികളും ആകുലരും ആയിരിക്കുമ്പോൾ, പല വിധത്തിലുള്ള തകർച്ചകളിലായിരിക്കുമ്പോൾ കർത്താവിനെ സ്പർശിക്കാൻ, കർത്താവിന്റെ സ്പർശനം ലഭിക്കാൻ നമുക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് വരണം. കർത്താവിന്റെ സാന്നിധ്യമുള്ളിടത്ത് തിന്മയുടെ ശക്തികൾ ഒഴിവാക്കപ്പെടും, തിന്മയുടെ ശക്തികൾ പുറത്തേക്ക് പോകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴാണ് തിന്മയുടെ ശക്തി പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും, കുടുംബങ്ങളിലാണെങ്കിലും, നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ദൈവ സാന്നിധ്യ ബോധം കാത്തു സൂക്ഷിക്കാനും, ദൈവ സാന്നിധ്യം അനുസ്മരിക്കുന്നിടത്ത് തിന്മയുടെ ശക്തിക്ക് പ്രവർത്തിക്കാനാവുകയില്ല. അതുകൊണ്ട് ദൈവ സാന്നിധ്യ ബോധമുള്ളവരായി മാറുവാൻ, നമ്മുടെ പ്രവർത്തികളിലൂടെ ദൈവ സാന്നിധ്യത്തിന്റെ പ്രഘോഷകരായി മാറുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.